നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സൺ മോറസ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. സൗദി അറേബ്യയിലേക്ക് പോകാനാണ് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നേരത്തെ അൽ നസർ അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ഫലം കാണുകയും ചെയ്തിരുന്നു. അതായത് എഡേഴ്സണുമായി പേഴ്സണൽ അഗ്രിമെന്റിൽ എത്താൻ അൽ നസറിന് കഴിഞ്ഞിരുന്നു. പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റിയുമായി ഡീലിൽ എത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം അൽ നസർ താരത്തിന് വേണ്ടി ആകെ 30 മില്യൺ യൂറോയായിരുന്നു ഓഫർ ചെയ്തിരുന്നത്. ആ ഓഫർ മാഞ്ചസ്റ്റർ സിറ്റി നിരസിക്കുകയായിരുന്നു. 60 മില്യൺ യൂറോ ലഭിക്കണം എന്നായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ നിലപാട്. ഇതോടുകൂടി ആ ഡീൽ നടക്കാതെ പോയി. പിന്നീട് മറ്റൊരു ബ്രസീലിയൻ ഗോൾ കീപ്പറായ ബെൻഡോയെ അൽ നസർ സ്വന്തമാക്കുകയും ചെയ്തു. എഡേഴ്സനെ സംബന്ധിച്ചിടത്തോളം ഇത് നടക്കാതെ പോയത് വലിയ ദുഃഖമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതായത് സൂര്യൻ വന്ന് ഹായ് പറഞ്ഞ് പിന്നീട് ഗുഡ് ബൈ പറഞ്ഞു പോയി എന്നായിരുന്നു എഡേഴ്സന്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി. അതായത് അത്രയും വലിയ ഒരു ഡീൽ, തനിക്ക് സാമ്പത്തികപരമായി മെച്ചമുണ്ടാകുന്ന ഒരു ഡീൽ നടക്കാതെ പോയതിൽ എഡേഴ്സന് വലിയ ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദ് ഇപ്പോൾ താരത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. എഡേഴ്സണുമായി ഇവർ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. വലിയ തുക മുടക്കാൻ അവർ തയ്യാറാണ്. കാരണം മാഞ്ചസ്റ്റർ സിറ്റി ആവശ്യപ്പെടുന്നത് 60 മില്യൺ യൂറോയാണ്. ആ 60 മില്യൺ യൂറോയും നൽകാൻ അൽ ഇത്തിഹാദ് തയ്യാറായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ഡെയിലി മെയിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും താരത്തെ കൈവിടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം കോൺട്രാക്ട് പുതുക്കാനുള്ള ഒരു ഓഫർ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. കൂടുതൽ സാലറിയും അതുപോലെ തന്നെ ബോണസും ഒക്കെ മാഞ്ചസ്റ്റർ സിറ്റി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ സൗദിയിലേക്ക് പോകാൻ തന്നെയാണ് എഡേഴ്സന്റെ തീരുമാനം. ഇനിയിപ്പോ ഈ നീക്കങ്ങൾ ഏത് രൂപത്തിൽ പുരോഗമിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.